ഉദ്വേഗഭരിതമായ ഒരു പകലാണ് ഇന്ന് കേരളം കണ്ടത്. അതിരാവിലെ മുതൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകളിൽ, അദ്ദേഹത്തിന്റെ മരുമകന്റെ വീട്ടിൽ, ഒപ്പം വീണ വിജയൻ എന്ന അദ്ദേഹത്തിന്റെ മകളുടെ ഓഫീസിൽ ഇങ്ങനെ പലയിടങ്ങളിലായി നടന്ന റെയ്ഡ്, അതേ തുടർന്നുണ്ടായ CPM പ്രവർത്തകരുടെ ആളിക്കത്തൽ, അതിനിടയിലുണ്ടായ അക്രമം, അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകൾ കണ്ടു. പോലീസ് ഒടുവിൽ ആ അക്രമികളെ തേടി CPM ഓഫീസിന്റെ പടിവാതിൽക്കൽ വരെ എത്തുകയും ചെയ്തു. എന്തായിരിക്കും EDക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്? വിശദമായി നമ്മൾ നോക്കുകയാണ്. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ DYFI നേമം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അടക്കം 7 പേരാണ് അറസ്റ്റിലായത്. അക്രമം നടത്തിയവർ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. വധശ്രമത്തിനാണ് തമ്പാനൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ്. മാരകായുധങ്ങളുമായി ആക്രമിച്ചുവെന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകർ പാളയത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ട് എന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. പിന്നീട് CPM പ്രവർത്തകരും പോലീസുമായി വാക്കേറ്റവും സംഘർഷവും ഒക്കെ ഉണ്ടായി. മുൻമന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ പോലീസുമായി ചർച്ച നടത്തി. ADGP H വെങ്കടേഷ് നേരിട്ട് സ്ഥലത്തെത്തി CPM നേതാക്കളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ലോ ആൻഡ് ഓർഡർ DCPമാർ ഉൾപ്പെടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് പ്രതികളെ പിടികൂടാൻ ശ്രമിച്ചത്. പക്ഷേ പോലീസിന് പ്രതികളെ പിടികൂടാനുള്ള ആ ശ്രമം അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ CPM നേതൃത്വം അതിന് സമ്മതിച്ചില്ല എന്ന് വേണം പറയാൻ. ഏറ്റവും ഒടുവിൽ പോലീസ് ബസ്സിലേക്ക് ആ പ്രതികളെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എത്തിച്ചാണ് ആ കീഴടങ്ങൽ നടന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടു. പോലീസിന്റെ വാഹനത്തിലേക്ക് ആ പ്രതികളെന്ന് പോലീസ് കൈമാറിയ ലിസ്റ്റ് പ്രകാരമുള്ള പ്രവർത്തകരെ എത്തിച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് പോലീസിനെ കടക്കാൻ അനുവദിക്കാതെ കാര്യങ്ങൾ അവിടെ രമ്യമായി അവസാനിപ്പിച്ചു പാർട്ടി നേതൃത്വം. ഇനി പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലടക്കം 12 ഇടങ്ങളിലാണ് ED പരിശോധന നടത്തിയത്. അത് അവസാനിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്ത് വലിയ സംഘർഷ ഭരിതമായിട്ടുള്ള സാഹചര്യമായി. പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ റെയ്ഡ് പൂർത്തിയായതിന് പിന്നാലെ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ CPM പ്രവർത്തകർ കല്ലുകളും കുപ്പികളുമൊക്കെ വലിച്ചെറിയുകയായിരുന്നു. പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആ വാഹനങ്ങൾ വരുന്ന ദൃശ്യങ്ങൾ കാണാം. പിന്നാലെ ആ ജനലുകൾ, അതിന്റെ മുൻവശത്തെ ചില്ലുകളൊക്കെ തല്ലിപ്പൊളിക്കുന്നത്. 3 വാഹനങ്ങളാണ് തകർന്നത്. വീടിന് പുറത്തുണ്ടായിരുന്ന പോലീസുകാരുടെ ഹെൽമെറ്റൊക്കെ പിടിച്ചു വാങ്ങിയ പ്രവർത്തകർ ആ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന CRPF ജവാന്മാർക്ക് നേരെ വലിച്ചെറിയുന്നതും ഇടയ്ക്കിടെ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. പോലീസ് അടിക്കുന്നു. ഈ സംഘർഷത്തിൽ പരിക്കേറ്റവർ ജനറൽ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. അതിൽ ഡ്രൈവർ ശ്യാംരാജിനും ഒപ്പം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ രജിത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ഇനി പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും ഒപ്പം മരുമകനും ബേപ്പൂർ MLAയുമായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കൊട്ടൂളിയിലെ വീട്ടിലുമടക്കം 12 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാവിലെ തന്നെ പരിശോധന ആരംഭിച്ചു. കേരളത്തിൽ 10 ഇടങ്ങളിൽ, കേരളത്തിന് പുറത്ത് 2 ഇടങ്ങളിൽ ഇങ്ങനെയായിരുന്നു റെയ്ഡ്. വലിയ സുരക്ഷയോടുകൂടിയാണ് ED സംഘം പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തിയത്. കണ്ണൂരിലെ വീട്ടിൽ രാവിലെ 6 മണിയോടുകൂടി പരിശോധനാ സംഘമെത്തി. ED സംഘം വീണയുടെ മൊഴിയെടുത്തു എന്നും റിപ്പോർട്ടുകളുണ്ട്. CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലും ED സംഘമെത്തി.
ഇനി ED പരിശോധനയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിപ്പിടിച്ച കൈകളുമായിട്ടാണ് പ്രവർത്തകരുടെ മുന്നിലേക്ക് എത്തിയത്. തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രവർത്തകർക്ക് മുന്നിൽ മാധ്യമങ്ങളോടായി പറഞ്ഞു. ഇതുകൊണ്ട് ഒന്നും അവസാനിക്കില്ല, ഇത് തുടക്കം മാത്രമായിട്ടേ കാണുന്നുള്ളൂ എന്നും ED പരിശോധനയ്ക്ക് ശേഷം പിണറായി വിജയൻ പ്രതികരിച്ചു. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെൻറ് തുറന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല, ഞങ്ങളെ തളർത്തിക്കളയാൻ നോക്കേണ്ട, അത് വ്യാമോഹമാണ്. ആ പറഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചത് രാഹുൽ ഗാന്ധിയെയും ഒപ്പം കോൺഗ്രസ് നേതൃത്വത്തെയുമാണ്. ചിലർക്ക് മനസംതൃപ്തി നൽകുന്നതാണ് ഈ റെയ്ഡ് എന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ വിമർശനം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പെട്ടെന്നുണ്ടായ കാര്യമല്ല. നമ്മുടെ ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് അതിനാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് തലസ്ഥാന നഗരം സാക്ഷ്യം വഹിച്ചത്. ആ പാളയത്തെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വീണ്ടും അവിടെ വലിയ പോലീസ് സന്നാഹമെത്തി ഈ അക്രമം നടത്തിയവരെ പിടികൂടാൻ വേണ്ടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.